ജില്ലയിലൊക്കെ സ്പീച്ച് ഉണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ എനിക്ക് അവിടെ നിന്ന് പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് കിട്ടി. അത് എനിക്ക് ജില്ലയിൽ പോയിട്ടുണ്ടായിരുന്നു. ജില്ലയിൽ എനിക്ക് തേർഡ് കിട്ടി. സ്റ്റേറ്റിലേക്ക് സെലക്റ്റായി. അവിടെയും പ്രോഗ്രാമെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ജില്ലയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് എൽ പിയിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവരും യു പിയിലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടിയവർക്ക് ഇന്നത്തെ ഈ ശിശുദിനാഘോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. ഞങ്ങളാണ് ഇന്നത്തെ ഈ ഒരു ശിശുദിനാഘോഷം നയിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ ശിശുദിനാശംസകൾ നേരാം. അപ്പോൾ ഇന്നത്തെ ഒരു പ്രോഗ്രാം മൊത്തം നമ്മൾ യൂട്യൂബിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ കാണാം. അതോടൊപ്പം തന്നെ അടുത്തതായി ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ അർജുൻ പാണ്ഡ്യൻ IAS എന്നിവരെ വളരെ ആദരവോടെ ഞാൻ ഈ രീതിയിലേക്ക് ഒരു PTA ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഇട്ടോളെ. എല്ലാവർക്കും ശിശുദിനാശംസകൾ നേരുകയാണ്. റാലിക്ക് സമ്മാനമുണ്ട്, നല്ല റാലിക്ക് സമ്മാനമുണ്ട്. എല്ലാവരും ഗംഭീരമായി പങ്കെടുക്കുക, വിജയിപ്പിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശിശുദിനാശംസകൾ നേരുകയാണ്. റാലി നമ്മൾ CMS വിദ്യാലയത്തിൽ തുടങ്ങി വെച്ച് ടൗൺ ഹാളിൽ സമാപിക്കും. ചാച്ചാജിയെക്കുറിച്ച് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ദേശം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ജന്മദിനത്തിൽ അന്ന് നമ്മളെല്ലാവരും കുട്ടികളെ സ്നേഹിക്കുന്ന ചാച്ചാജി ദിനമായി കൊണ്ടാടുന്നു. വർഷം തോറും ഈ സംരംഭം നടക്കുന്നത് എല്ലാ കുട്ടികളായിട്ടും നമ്മൾ ആഘോഷിക്കുന്നു. എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ആശംസകൾ. ഓക്കെ, താങ്ക് യു. ഓക്കെ, പോവാം. വർണ്ണോത്സവം ഈ വർഷത്തെ കുട്ടികളുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് യു സ്കൂളിലെ കുമാരി മേഘ സുസൻ പോൾ, കുട്ടികളുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുമാരി അതിഥി അരുൺ എന്നിവർ നയിക്കുന്ന തൃശ്ശൂരിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളിലെ ആകേണ്ട നാളെയുടെ പ്രതീക്ഷകളും പ്രത്യാശകളുമായ നമ്മുടെ പൊന്നോമനകൾ നാളത്തെ ഭാരതം തങ്ങളുടെ കരൾ തിളങ്ങുന്ന കണ്ണുകളോടെ ഇതാ കടന്നു വരുന്നു. പരസ്യന്മകൾക്ക് അയച്ചകത്തുകളിലൂടെ ഇന്ത്യയെ കണ്ടെത്തലിലൂടെ വിശ്വചരിത്രാവലോകനത്തിലൂടെ കുട്ടികളുടെ പ്രിയങ്കരനായി മാറിയ കുട്ടികളുടെ സ്വന്തം കാഴ്ചയുടെ വസന്തം സമ്മാനിച്ചുകൊണ്ട് കാണികളുടെ മനസ്സിൻ്റെ കാൻവാസുകളിൽ ഒരിക്കലും മായാത്ത വർണ്ണചിത്രങ്ങൾ ചാലിച്ചെഴുതിക്കൊണ്ട് വർണ്ണോത്സവങ്ങൾ കൊണ്ടെന്നും ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ തുടർന്ന് ഈ വർഷത്തെ ശിശു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട കുമാരി മേഘ സുസൻ പോളിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളുടെ സ്പീക്കർ കുമാരി അതിഥി അരുൺ മുഖ്യ പ്രഭാഷണം നടന്നു. തുടർന്ന് ഈ വർഷത്തെ ശിശു ദിനാചരണ പ്രകാശനം കേന്ദ്ര പെട്രോളിയം അഗ്നിവാതക കുട്ടികളുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട പനങ്ങാട് സെന്റ് ജോർജ് മേഘ സൂസൻ പോൾ, കുട്ടികളുടെ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ട ആലങ്ങാട് ശങ്കര UP സ്കൂളിലെ കുമാരി അതിഥി അരുൺ എന്നിവർ നയിക്കുന്ന തൃശ്ശൂരിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും വിദ്യാലയങ്ങളിലെ ആയിരക്കണക്കിന് കുരുന്നുകാണി നിരക്കുന്ന പ്രൗഢങ്ങളിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് നെഹ്റുവിൻ്റെ സങ്കല്പത്തിൽ ഇന്ത്യ കെട്ടിപ്പടുക്കുന്ന നാടിൻ്റെ ഐക്യം
ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആശംസകൾ അർപ്പിക്കുകയും ബഹുമാനപ്പെട്ട തൃശ്ശൂരപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിലെ കുമാരി മേഘ സൂസൻ പോൾ, കുട്ടികളുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ആലങ്ങാട് ശങ്കര യു പി സ്കൂളിലെ കുമാരി അതിഥി അരുൺ എന്നിവർ നയിക്കുന്ന തൃശ്ശൂരിലെ പ്രാന്തപ്രദേശങ്ങളിലെ തൃശ്ശൂർ ടൗൺ ഹാൾ പരിസരത്ത് തൃശ്ശൂർ പേരിന്റെ കൊച്ചുമക്കൾ ഇതാ കടന്നു വരും. പരിസരത്ത് ശ്രീ വി എസ് പ്രിൻസ് എന്നിവർ ശിശുദിന അമ്മമ്മോള് അതിനുശേഷം അധികം വൈകാതെ തന്നെ ശിശുദിനാഘോഷ ചടങ്ങുകൾ ആരംഭിക്കുന്നതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി എസ് പ്രിൻസ് അവർ, പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ശ്രീമതി അജിത് കുമാരി അവർ, ഡയറക്ടർ ആൻസൺ ജോസഫ്, അതുപോലെ തന്നെ നമ്മുടെ കൗൺസിലേഴ്സ് ഉണ്ട് 2 പേര്, AEO, HM, മറ്റു പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, ഇന്നത്തെ എല്ലാവർക്കും ആദ്യം തന്നെ ശിശുദിനാശംസകൾ നേരുകയാണ്. യഥാർത്ഥത്തിൽ മുതിർന്ന ആളുകളല്ല ഇന്നത്തെ ദിവസത്തിൽ ഇത്തരം വേദി സംസാരിക്കേണ്ടത്. ഇന്നത്തെ ദിവസം കുട്ടികളുടെ വേദിയാണ്. അതുകൊണ്ട് തന്നെ മുതിർന്ന ഞങ്ങളൊക്കെ പുറകിലോട്ട് പോകും. എന്നിരുന്നാലും ഇന്ന് നടക്കുന്ന ചില പരിപാടികളെ സംബന്ധിച്ച് ഒരു ആമുഖം എന്തൊക്കെയാണ് നമ്മൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് ഒരു ആമുഖം പറയുക മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ശിശുദിന റാലി എല്ലാ വർഷവും നടക്കുന്ന മാതിരി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ 135ാം ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യമൊട്ടാകെ നടക്കുന്ന ഒരു ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു റാലി നമ്മൾ തൃശ്ശൂർ നടത്തുകയാണ്. റാലി ബഹുമാന ആരാധനായ നമ്മുടെ മേയർ 8 മണിക്ക് കൃത്യം 8:10 ഫ്ലാഗ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ആ റാലി പൊതുസമ്മേളനത്തിനായി ഇവിടെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെല്ലാവരും ലഘുഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും എന്ന് കരുതുകയാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങുകയാണ്. നമ്മൾ എല്ലാവർക്കും പോകാനുള്ള ധൃതിയുണ്ടെന്നറിയാം. നമ്മൾ ഉദ്ദേശിച്ച മാതിരി ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കൊക്കെ പല തിരക്കുകളുള്ളത് തന്നെ പല സമയങ്ങളിലായി ഇവിടെ എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ നിലവിലുള്ള ആളുകൾ വെച്ചുകൊണ്ട് നമ്മുടെ
പൊതുസമ്മേളന പരിപാടി ആരംഭിച്ച് അവസാനിപ്പിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ കരുതുന്നത്. നമുക്കറിയാം, ഇന്നത്തെ പൊതുസമ്മേളന പരിപാടികളൊക്കെ തന്നെ നടത്തുന്നത് കുട്ടികളുടെ നേതാക്കന്മാരാണ്. കുട്ടികളുടെ നേതാക്കന്മാരായി തിരഞ്ഞെടുത്തിട്ടുള്ളത് സ്കൂൾ തലത്തിൽ, ഉപജില്ലാ തലത്തിൽ, അതിനുശേഷം ജില്ലാതലത്തിൽ പ്രസംഗ മത്സരം നടത്തി അതിൻ്റെ വിജയികളായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ നേതാക്കളായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിൽ LP സ്കൂളിൽ നിന്നും ഏറ്റവും ആദ്യം എത്തുന്ന കുട്ടിയാണ് ചാച്ചാജിയെ തിരഞ്ഞെടുക്കുക. അത്തരത്തിൽ നമ്മുടെ ചാച്ചാജിയെ തിരഞ്ഞെടുത്തിട്ടുള്ളത് ഈ വർഷം ആൻ എലിസബത്ത് എന്നൊരു കുട്ടിയായിരുന്നു. ആൻ എലിസബത്ത് 9 കുട്ടികൾ സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലുള്ള രചനാ മത്സരം നടത്തിയപ്പോൾ കണ്ണൂരിലുള്ളൊരു കുട്ടി ഫസ്റ്റ് നേടുകയും ആ കുട്ടിയുടെ ചിത്രമാണ് ശിശുദശാമ്പായി ഈ വർഷം പുറത്തിറങ്ങാൻ പോകുന്നത്. ഇതിപ്പം പ്രകാശനം നിർവഹിക്കും, പുറത്തിറങ്ങാൻ പോകുന്നത്. കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി വി തന്മയ വരച്ച സംസ്ഥാന തലത്തിൽ തന്നെ ഫസ്റ്റ് വന്നിട്ടുള്ള ഒരു കുട്ടിയുടെ ചിത്രമാണ് ഇന്ന് പ്രകാശനം നിർവഹിക്കാൻ പോകുന്നത്. ആ സ്റ്റാമ്പിൻ്റെ വിൽപ്പനയിലൂടെയാണ് ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്തുന്നത്. നിരവധി പ്രവർത്തനങ്ങളാണ് ശിശുക്ഷേമ സമിതി നടത്തുന്നത്. കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രം, ദത്ത് കേന്ദ്രം, ക്രഷുകൾ, 3 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ക്രഷുകൾ, അതുപോലെ തന്നെ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള മത്സരങ്ങൾ, ഓട്ടിസം സ്കൂൾ തുടങ്ങി നിരവധിയായ പ്രവർത്തനങ്ങൾ ശിശുക്ഷേമ സമിതി നടത്തി വരികയാണ്. അതിനുള്ള ഫണ്ട് നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ ഏവരെയും ഈ സുദിനത്തിലേക്ക് സ്വാഗതം ചെയ്യുക എന്ന ദൗത്യമാണ് എനിക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. വർണ്ണോത്സവം 2024 എന്ന പേരിൽ ബാലസൗഹൃദ കേരളം എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടാണ് നാം ഈ വർഷത്തെ ശിശുദിനാഘോഷം കൊണ്ടാടുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ അജിതകുമാരി മാഡം, DO അൻസാർ സർ, LSJD അസിസ്റ്റന്റ് ഡയറക്ടർ അൻസർ ജോസഫ് എന്നിവർ നേതൃത്വം നൽകുന്നു. എല്ലാവരും കരഘോഷത്തോടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിച്ച മേഘാ സൂസൻ പോൾ തിരിതെളിയിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് അവറുകൾ തിരിതെളിയിക്കുന്നു. പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടർ അജിതകുമാരി AK തിരിതെളിയിക്കുന്നു. വകുപ്പ് സഹമന്ത്രി ശ്രീ സുരേഷ് ഗോപി സർ, ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ K രാജൻ സർ, ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു മേഡം, ബഹുമാനപ്പെട്ട MP ശ്രീ K രാധാകൃഷ്ണൻ സർ, ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയർ ശ്രീ MK വർഗീസ് സർ, ബഹുമാനപ്പെട്ട MLA ശ്രീ P ബാലചന്ദ്രൻ സർ, വിശിഷ്ടാതിഥികളെ, പ്രിയ അധ്യാപകരെ, സ്നേഹമുള്ള കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 14 ഭാരതത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനം രാജ്യം ഒന്നടങ്കം ആഹ്ലാദാരവങ്ങളോടെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജില്ലാ ആസ്ഥാനത്ത് നടക്കുന്ന ആഘോഷ പരിപാടികളിൽ ചാച്ചാജിയായി പങ്കുചേരാൻ എനിക്ക് ലഭിച്ച അസുലഭ സൗഭാഗ്യത്തെ നന്ദിപൂർവ്വം സ്മരിക്കാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു. ഇന്നത്തെ കുട്ടികൾ നാളെയുടെ ഇന്ത്യയെ സൃഷ്ടിക്കും. നമ്മുടെ മഹത്തായ രാജ്യത്തിന്റെ ഭാഗധേയം രൂപപ്പെടുത്തുന്നതിൽ നാം വഹിക്കുന്ന സുപ്രധാന പങ്കിനെ കുറിച്ച് ഈ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്നു. വേദിയിലിരിക്കുന്ന
ജവഹർലാൽ നെഹ്റു. അദ്ദേഹത്തിന്റെ ജന്മദിനമാണ് നാം ശിശുദിനമായി ആചരിക്കുന്നത്. കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലും വിതരണം ചെയ്യുന്ന ശിശുദിന സ്റ്റാമ്പിന്റെ 14 ജില്ലകളിലും നടക്കുന്ന പ്രകാശന ചടങ്ങിന്റെ ഭാഗമാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നടക്കുന്ന ഈ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങ്. ഈ സ്റ്റാമ്പ് പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ VS പിൾസ് അവറുകളാണ്. ശിശുക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, ശിശുക്കളുടെ വിവിധ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കാൻ ഇന്ത്യ ആകെ നടക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ശിശുദിന സ്റ്റാമ്പുകളുടെ വിതരണം. ഇതിൽ നിന്ന് ലഭിക്കുന്ന തുക ഉപയോഗിച്ചാണ് കുട്ടികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ. ജില്ലാ ശിശു ക്ഷേമ സമിതി തൃശ്ശൂർ ശിശുദിന ആഘോഷ റാലി കഴിഞ്ഞു. റാലി ഫ്ലാഗ് ഓഫ് ചെയ്തത് ബഹുമാനപ്പെട്ട തൃശ്ശൂർ മേയർ MK വർഗീസാണ്. പ്രിയരെ, ഏവർക്കും ശിശുദിനാശംസകൾ. 2025 മാർച്ചിൽ നമ്മുടെ കേരളം ഒരു സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കാൻ പോവുകയാണ്. ചാമ്പ്യൻ റിച്ചാർഡ് ജെപ്സൺ ഒടുവാ. റിച്ചാർഡ് ജെപ്സൺ കേരള സ്റ്റേറ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് 2024 സിൽവർ മെഡലിസ്റ്റ്. 2023 ആഗ്രയിൽ വെച്ചത് നാഷണൽ ബോക്സിംഗ് ചാമ്പ്യൻ മീറ്റിൽ ബ്രോൺസ് മെഡൽ. ഒരു കുട്ടിക്ക് चाचाजी यूपी विभाग फातिमा अंसाना एस. അതല്ലേ കുട്ടികളെ അവിടുന്ന് കൈയെടുത്തത്. ഇത്